CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നിന്നാണ് ക്രിമിനൽ അർജുൻ ആയങ്കി പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലെത്തിയ അർജുൻ തളിപ്പറമ്പിലെ ലോഡ്ജിൽ താമസിച്ചതായ വിവരമുണ്ട്. അവിടെ നിന്ന് പയ്യന്നൂരിലേക്ക് പോയി. പിന്നീട് പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷമാണ് അർജുനെ പോലീസ് സംഘം പിടികൂടിയത്. ആരാണ് ഈ അർജുൻ ആയങ്കി? CPMന്റെ രാഷ്ട്രീയ തണലിൽ വളർന്ന ഒരു ക്രിമിനൽ എന്ന് തന്നെ പറയാം. കണ്ണൂർ കപ്പക്കടവ് സ്വദേശി, DYFI യൂണിറ്റ് ഭാരവാഹിയായി തുടക്കം. പിന്നീട് പാർട്ടിയുടെ സൈബർ ആക്രമണത്തിന്റെ മുൻനിരക്കാരിൽ ഒരാളായി മാറി പാർട്ടി അണികളുടെ പ്രിയപ്പെട്ടവനായി. കൊടിസുനി, കിർമാണി മനോജ് ഉൾപ്പെടെയുള്ള ഗുണ്ടകൾക്കൊപ്പം ചേർന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി അഴിഞ്ഞാടി. സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ കണ്ണികളിലെ മുഖ്യ സൂത്രധാരൻ. 2014 മുതൽ സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തി. പിന്നാലെയാണ് DYFIയിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പോഴും സഖാക്കന്മാരുടെ കണ്ണിലുണ്ണിയായി തന്നെയാണ് അർജുൻ വളർന്നത്. പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളിലൂടെ സ്ഥിരം ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. അതിനെ തള്ളിപ്പറയാൻ നേതാക്കളൊന്നും അന്ന് തയ്യാറായില്ല. ഇപ്പോൾ അർജുനു വേണ്ടി വലവിരിച്ച് രംഗത്തിറങ്ങാൻ പോലീസിനെ പ്രേരിപ്പിച്ച സംഭവങ്ങളുടെ തുടക്കം ഇക്കഴിഞ്ഞ മെയ് 3-നാണ്. അന്ന് കോതമംഗലത്തൊരു റിസോർട്ടിൽ ഒത്തുകൂടിയ അർജുനെയും സംഘത്തെയും CI പ്രശാന്തിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഹൈക്കോടതിയും വളരെ ഗൗരവമായി തന്നെയാണ് ഇതിനെ കണ്ടത്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ആയങ്കി പെൻഷൻ പറ്റി സമാധാനമായി ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് CI പ്രശാന്തിനെതിരെ ഭീഷണി മുഴക്കി. ഇതിൽ പോലീസ് എടുത്ത കേസിന്റെ അന്വേഷണ ചുമതല ഊന്നുകാൽ CI ആദർശിനായിരുന്നു. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ പിടികൂടാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കി. എന്നാൽ കീഴടങ്ങാൻ തയ്യാറായ തന്നെ പിടികൂടിയേ അടങ്ങുവെങ്കിൽ അതൊന്നു കാണട്ടെ എന്നാണ് CI ആദർശിനോട് ആയങ്കി നടത്തിയ വെല്ലുവിളി. ഈ ശബ്ദ സന്ദേശത്തിൽ കോതമംഗലം CIക്കുള്ള പണി കൊടുക്കുമെന്ന് ആവർത്തിക്കുന്നുമുണ്ട്. പിന്നീട് നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പോസ്റ്റിട്ട് പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിക്കുന്നതാണ് കേരളം കണ്ടത്. ഇതോടെ 10-അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് പോലീസ് ചാടിയിറങ്ങി. പിന്നീട് പോലീസും ആയങ്കിയും തമ്മിലുള്ള യഥാർത്ഥ കള്ളനും പോലീസും കളിയാണ് അരങ്ങേറിയത്. അർജുനും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ഇന്നലെ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ 2 പ്രതികരണങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി പറഞ്ഞത് ആയങ്കിയെ ന്യായീകരിക്കേണ്ട ചുമതല തനിക്കില്ലെന്നും നടപടിയെടുക്കട്ടെ എന്നുമായിരുന്നു. തൂഫാൻ പോലെ ആയങ്കിയെ പൊക്കണമെന്നാണ് കണ്ണൂരിലെ പ്രമുഖ നേതാവ് MV ജയരാജൻ പറഞ്ഞത്. ആയങ്കിയുമായി തങ്ങൾക്ക് ബന്ധമില്ല, ക്രിമിനലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള പ്രതികരണങ്ങളായാണ് ഇതിനെ കാണുന്നത്. ഇത്തരം ക്രിമിനലുകളെ പോറ്റി വളർത്തിയത് സഖാക്കളാണെന്ന് സഖാക്കന്മാർ തന്നെ വിമർശനം ഉയർത്തുന്നുണ്ട്. എന്തായാലും അർജുനെ പിടികൂടാൻ കഴിഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും അഭിമാനം തന്നെയാണ്. പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ല. CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മാത്രമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ആ കേസിൽ കുറച്ച് ദിവസം അകത്ത് കിടന്നാലും ഉടനെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനെ തടയിടാനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതിനായി അർജുനെതിരെ കാപ്പ ചുമത്താനാണ് ശ്രമം. 23 കേസുകളിൽ പ്രതിയായ അർജുൻ കൊടും ക്രിമിനലാണെന്ന് റിപ്പോർട്ട് നൽകാനാണ് പോലീസ് ഒരുങ്ങുന്നത്. 2 വധശ്രമ കേസുകളും ആയുധം ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചതും തട്ടിക്കൊണ്ടുപോകലുമടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 12 കേസുകളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കാപ്പ ചുമത്താൻ ആവശ്യപ്പെട്ട് കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ ഇന്ന് രാവിലെ വ്യക്തമാക്കിയതും അതാണ്. കാപ്പ ചുമത്തി ഇനിയുള്ള കാലം ആയങ്കിയെ അകത്താക്കുക. ഇങ്ങനെയുള്ള ക്രിമിനലുകൾ പുറത്തിറങ്ങി നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമുണ്ട്. അത് തിരിച്ചറിഞ്ഞുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്.